ഹിന്ദി തുണച്ചപ്പോൾ അഴീക്കോട്ടുകാരന് ബീഹാറിൽ നിന്നും വധു. പുന്നക്കപ്പാറയിലെ സിജിയാണ് ഗയയിൽ നിന്നുള്ള പൂജാകുമാരിക്ക് മിന്നുചാർത്തിയത്. നാട്ടിൽ വിവാഹ ആലോചനകളൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ബീഹാറിലെ സുഹൃത്ത് വഴി ഗയ സ്വദേശിയെ സിജി കണ്ടെത്തിയത്. തുമാര നാം എന്ന് ചോദിക്കുന്നതിനു പകരം ആപ്കാ നാം എന്ന ബഹുമാനം നിറഞ്ഞ ഒറ്റ ചോദ്യത്തിൽ ശ്രീബുദ്ധന്റെ നാട്ടുകാരി പൂജാകുമാരി അഴീക്കോട് പുന്നക്കപ്പാറയിലെ സിജിയുടെ നല്ല പാതിയായി. ഇതര സംസ്ഥാനങ്ങളിലെ വരനും വധുവും പുതിയ സംഭവമല്ലെങ്കിലും ഈ വിവാഹത്തിന് പ്രത്യേകതകൾ ഉണ്ട്. രണ്ടു കുടുംബവും വിവാഹ ആലോചനകൾ നടത്തിവരികയായിരുന്നു. അഴീക്കോട്ടെ പാരമ്പര്യ ലോഹപ്പണിക്കാരനായ പരേതനായ കൊളപ്രത്ത് ചന്ദ്രന്റെയും നളിനിയുടെയും മകനാണ് സിജി. ഗയ റൗണ്ട്വ ഗ്രാമത്തിലെ ലോഹപ്പണിക്കാരനായ നവനീത് ശർമ്മയുടെയും സുഭദ്ര ദേവിയുടെയും മകളാണ് പൂജാകുമാരി. ഗൾഫിൽ ഫാബ്രിക്കേറ്ററായി ജോലി നോക്കുകയായിരുന്നു സിജി. ലോഹം ഉരുക്കിയുള്ള ജോലിക്കിടെ സിജിയുടെ അച്ഛന് പരിക്കേറ്റു. അമ്മക്ക് പക്ഷാഘാതവും വന്നു. മാതാപിതാക്കളെ നോക്കാൻ ഗൾഫിലെ ജോലി മതിയാക്കി സിജി നാട്ടിലെത്തി. വിവാഹ അന്വേഷണം ഇതിനിടയിൽ നടന്നു. പക്ഷെ ഒന്നും ശരിയായില്ല. ആലോചനകളെല്ലാം ഒത്തുവരും. മാതാപിതാക്കൾ കിടപ്പിലാണ് എന്നറിയുമ്പോൾ അവർ പിൻവാങ്ങും. ഇതിനിടയിലാണ് ബീഹാറിൽ നിന്ന് ആശാരിപ്പണിക്കായി എത്തിയ ധർമ്മേന്ദ്രയെ സിജി പരിചയപ്പെട്ടത്. സിജിയുടെ അവസ്ഥ കണ്ടപ്പോൾ ധർമ്മേന്ദ്രയാണ് തന്റെ ബന്ധുവിനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചത്. സ്ത്രീധനം കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ വിവാഹം മുടങ്ങി നിൽക്കുകയായിരുന്നു പൂജാകുമാരിയും. കേരളത്തിലേക്ക് പക്ഷേ മകളെ വിവാഹം കഴിച്ച് അയക്കുന്നതിന് പൂജാകുമാരിയുടെ വീട്ടുകാർക്കും അരമനസ്സായിരുന്നു. മകൾ ഭാഷയറിയാതെ ബുദ്ധിമുട്ടില്ലേ എന്നായിരുന്നു അവരുടെ ആശങ്ക. പെണ്ണ് കാണാൻ സിജി ഗയയിൽ എത്തി. ആദ്യ ചോദ്യം ആപ്കാ നാം എന്നായിരുന്നു. തുമാര നാം ക്യാ ഹേ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹം നടക്കില്ലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കളോട് സിജി ഇപ്പോൾ പറയുന്നത്. ഡിഗ്രിക്ക് രണ്ടാം ഭാഷയായി ഹിന്ദി പഠിച്ചതിന്റെ ഗുണം അങ്ങനെ സിജിയുടെ ജീവിതത്തിലും നിർണായകമായി. ബീഹാറി ആചാരപ്രകാരം അഴീക്കോട് ഗോവിന്ദപുരം ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. കേരളീയ വിശ്വകർമാള സംഘം ആചാര്യൻ കുളപ്രത്ത് സുരേന്ദ്രൻ പാരമ്പര്യ കർമ്മിയായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.